വീണ്ടും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് തെരുവ് നായ ശല്യം. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ പ്രദേശങ്ങളിലും തെരുവ് നായ ആക്രമണം നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മുടെ മുന്നിൽ ഇതാ ഒട്ടനവധി ഉദാഹരണങ്ങൾ. കഴിഞ്ഞ മാസം കൊല്ലം ഓയൂരിൽ ഓടനാവട്ടത്ത് അമ്മയോടൊപ്പം വീടിന്റെ അടുക്കള ഭാഗത്ത് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന 2 വയസ്സുകാരന് തെരുവ് നായയുടെ കടിയേറ്റിരുന്നു. കുട്ടിയുടെ മുഖത്തും കഴുത്തിലും കണ്ണിലെ കൃഷ്ണമണിക്കും ഗുരുതര പരുക്കു പറ്റിയതോടൊപ്പം മുഖത്തെ 2 എല്ലുകൾക്ക് പൊട്ടലുമുണ്ടായിരുന്നു. അമ്മ നായയെ തടയാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല. അതുപോലെ ഈ വർഷം ഫെബ്രുവരിയിലായിരുന്നു മലപ്പുറത്ത് അമ്മയുടെ തോളിൽ കിടന്നിറങ്ങുന്ന പിഞ്ചു കുഞ്ഞിനെ പോലും തെരുവ് നായ്ക്കൾ ആക്രമിച്ചത്. മലപ്പുറം തെന്നലയിൽ അയൽവാസിയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്ന 7 വയസ്സുകാരന് നേരെ തെരുവ് നായക്കൂട്ടം ഓടിയെടുത്തപ്പോൾ തലനാരി ഇഴക്കായിരുന്നു ആ കുട്ടി രക്ഷപ്പെട്ടത്. ബീഗിൾ എന്ന തങ്ങളുടെ വളർത്തുനായയെ മതിൽ ചാടി വന്ന തെരുവ് നായ ആക്രമിക്കുന്നത് കണ്ടാണ് മാർഗരറ്റ് വീടിന് പുറത്തേക്ക് ഇറങ്ങിയത്. അതിനെ രക്ഷപ്പെടുത്താൻ തേങ്ങയെടുത്തെറിഞ്ഞെങ്കിലും വൈകാതെ തെരുവ് നായ മാർഗരറ്റിന്റെ നേർക്കു തിരിഞ്ഞു. തെരുവ് നായ ആക്രമിച്ചതിന്റെ ഭീതി 85 വയസ്സുകാരിയായ മാർഗരറ്റിന്റെ വാക്കുകളിൽ അപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. വളർത്തുമൃഗത്തെ ആക്രമിച്ച നായ പിന്നെ മാർഗരറ്റിന്റെ നേർക്ക് പാഞ്ഞടുക്കുകയായിരുന്നു. മുഖത്തും കാലിനുമാണ് കടിയേറ്റത്. ചുണ്ടിലും കവിളത്തും മൂക്കിലും നായ കടിച്ചു പറിച്ചു. തലനാരിഴക്കാണ് കണ്ണിൽ പരുക്ക് പറ്റാതെ അന്ന് രക്ഷപ്പെട്ടത്. ഇന്നിതാ വീണ്ടും തെരുവ് നായ വിളയാട്ടം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മുതുകുളത്ത് 10 പേരെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തെരുവ് നായ ആക്രമിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റവരെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബാക്കിയുള്ളവർ ഹരിപ്പാട്, മാവേലിക്കര ഗവൺമെന്റ് ആശുപത്രികളിൽ ചികിത്സ തേടി. വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴാണ് ഭൂരിഭാഗം പേർക്കും കടിയേറ്റത്. ചിലരുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്കും ഇത്തരം ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഈ തെരുവ് നായയ്ക്ക് പേവിഷബാധ ഉണ്ടെന്നാണ് സംശയം. മുതുകുളത്ത് പാതയോരത്ത് മാലിന്യം കൂട്ടിയിടുന്നതാണ് തെരുവ് നായ്ക്കളുടെ ശല്യം വർദ്ധിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. മുതുകുളം റോഡിന് ഇരുവശവും ഹോട്ടലുകൾ, ഇറച്ചിക്കടകൾ എന്നിവയുടെ സാന്നിധ്യവും ഭക്ഷണ അവശിഷ്ടങ്ങളും അറവു മാലിന്യങ്ങളും വലിച്ചെറിയുന്നതും തെരുവ് നായ്ക്കൾ കൂടാൻ കാരണമാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് മുതുകുളം പഞ്ചായത്തിൽ 10ഓളം പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റിരുന്നു. സംസ്ഥാനത്ത് പേവിഷബാധ മൂലമുള്ള മരണവും തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് ചികിത്സ തേടുന്നവരുടെ എണ്ണവും ദിവസം തോറും കൂടി വരികയാണ്. പേവിഷബാധയേറ്റ് ഇന്നലെ മരിച്ച മലപ്പുറം സ്വദേശിയായ 5.5 വയസ്സുകാരിയുടെ ശരീരത്തിൽ 13 മുറിവുകൾ ഉണ്ടായിരുന്നുവെന്ന് കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാർ പറയുന്നു. കുട്ടിയുടെ തലയിൽ ആഴത്തിലുള്ള 4 മുറിവുകൾ ഉണ്ടായിരുന്നു. കാലിലും ചുണ്ടിലും മുഖത്തും തോളിലുമാണ് മറ്റു മുറിവുകൾ. തലയിൽ ആഴത്തിലുള്ള മുറിവിലൂടെ വൈറസ് അതിവേഗം തലച്ചോറിലേക്ക് വ്യാപിച്ചത് പ്രതിരോധ മരുന്ന് ഫലം ചെയ്യാതിരിക്കാൻ കാരണമായിട്ടുണ്ട്. മലപ്പുറം പെരുവള്ളൂർ സ്വദേശി സൽമാൻ ഫാരിസിന്റെ മകൾ സിയ ഫാരിസയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. പേവിഷബാധയേറ്റുള്ള മരണം 26ഉം നായ്ക്കളുടെ കടിയേറ്റ് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് 3 ലക്ഷത്തിലധികം പേരുമായിരുന്നു. സ്വകാര്യ ആശുപത്രികൾ ചികിത്സ തേടിയവരുടെ എണ്ണം ഇതിലും കൂടുതലാണ്. 2023-നേക്കാൾ 10,000-ത്തിലധികം പേർക്ക് നായയുടെ കടിയേറ്റതായാണ് ഇത്തവണത്തെ സർക്കാർ കണക്കുകൾ. വന്ധ്യംകരണവും വാക്സിനേഷനും ഉൾപ്പെടെയുള്ള പദ്ധതികൾ പാളുന്നതിന്റെ സൂചനയാണ് ഇത്രയും കണക്കുകൾ എന്ന് തന്നെ പറയാം. 2022-ൽ 27 പേർ പേവിഷബാധയേറ്റ് മരിച്ചു. 2023-ൽ 25 പേരും. ഓരോ വർഷവും നായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. കഴിഞ്ഞ വർഷം കൂടുതൽ പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റത് തലസ്ഥാന ജില്ലയിലാണ്. കൊല്ലം, എറണാകുളം, പാലക്കാട് ജില്ലകളാണ് തൊട്ടുപിന്നിൽ. തെരുവ് നായ്ക്കളുടെ വംശവർദ്ധനവ് നിയന്ത്രിക്കാൻ മൃഗസംരക്ഷണ വകുപ്പും തദ്ദേശ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന ABC പദ്ധതി മിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലുമില്ല. വിവിധ ജില്ലകളിലായി ആകെ 15 ABC സെന്ററുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇവ പ്രവർത്തിക്കുന്നിടങ്ങളിൽ മാത്രമേ ശസ്ത്രക്രിയകളും നടക്കുന്നുള്ളൂ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം നായ്ക്കളെ പിടിക്കുന്നിടത്ത് തന്നെ ഉപേക്ഷിക്കുകയാണ് പതിവ്. ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്ന നായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുമെങ്കിലും 1 വർഷം മാത്രമാണ് ഇതിന്റെ കാലാവധി. തെരുവ് നായ്ക്കളുടെ ആക്രമണങ്ങൾ കൂടിയതോടെയാണ് സർക്കാർ മാസ് ഡോഗ്സ് വാക്സിനേഷൻ ആരംഭിച്ചത്. വളർത്തുനായ്ക്കൾക്ക് കൃത്യമായി വാക്സിൻ എടുക്കുന്നെന്ന് ഉറപ്പാക്കാനാണ് സർക്കാർ ലൈസൻസ് നിർബന്ധമാക്കിയത്. ഇതും ഫലവത്തായില്ല. ലൈസൻസ് എടുക്കുന്നതോടൊപ്പം ചിപ്പ് ഘടിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികളും ആവിഷ്കരിച്ചിരുന്നു. ചിപ്പ് പരിശോധിച്ചാൽ നായയുടെ ഉടമയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകും. ഇതും കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ മാത്രമാണ് ഭാഗികമായെങ്കിലും നടപ്പായത്. അത്തരത്തിൽ തെരുവു നായ്ക്കളുടെ ആക്രമണത്തെ ഭയന്ന് വീട്ടിൽ പോലും സുരക്ഷിതരല്ലാതായിരിക്കുകയാണ് ആളുകൾ. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും വാഹനങ്ങളുമായി പുറത്തിറങ്ങുന്ന യാത്രക്കാരുമൊക്കെ നായ്ക്കളെ പേടിക്കേണ്ടിയിരിക്കുന്നു. തെരുവു നായ്ക്കളെയും ഒരു ജീവിയായി കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വധമല്ല, കൃത്യമായ നിയന്ത്രണം എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടു പോവേണ്ടത് അത്യന്താപേക്ഷിതമാണ്.